വലിയ വിവാദമായ മാസപ്പടി കേസിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും CMRL കമ്പനിയുടെ ഉടമയായിട്ടുള്ള ശശിധരൻ കർത്തായിക്കും മറ്റ് 10 പ്രതികൾക്കും കനത്ത ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. എറണാകുളം സെഷൻസ് കോടതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO കൊടുത്ത പരാതി മുഴുവനായി സ്വീകരിച്ചുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ SFIO കൊടുത്ത പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാപരമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ SFIOയ്ക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ ഒരു കനത്ത ഒരു തിരിച്ചടിയാണ് CMRLനും 1 മുതൽ 11 വരെയുള്ള പ്രതികളുള്ള ഒരു കേസാണിത്. ഇതിൽ ഒന്നാം പ്രതി CMRLന്റെ ഉടമയായ ശശിധരൻ കർത്തായും 11ാം പ്രതി മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള എക്സാലോജിക്കിന്റെ ഉടമയായിരുന്ന ശ്രീമതി വീണ വിജയനുമാണ്. ഈ 1 മുതൽ ഇടയ്ക്കുള്ള മറ്റ് പ്രതികളൊക്കെ ചില കമ്പനികളാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില കടലാസ് കമ്പനികളുണ്ട്. ശശിധരൻ കർത്താവ് ഉണ്ടാക്കിയെടുത്തതായിട്ടുള്ള ചില വ്യാജ കമ്പനികളുണ്ട്. അതിൻ്റെയൊക്കെ പേരിലാണ് ഈ പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ CMRL നടത്തിയതും അതിനോട് ബന്ധപ്പെട്ട് ആ ക്രമക്കേടുകൾക്ക് ശ്രീമതി വീണ വിജയന്റെ എക്സാലോജിക്ക് കൂട്ടുനിന്നതും. ഇതെല്ലാം സംബന്ധിച്ച പരാതി വളരെ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം SFIO എറണാകുളം സെഷൻസ് കോടതിയിൽ കൊടുത്ത അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് പ്രഥമ ദൃഷ്ട്യാ SFIO കൊടുത്തതായ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് പ്രതികൾക്കെല്ലാം സമൻസ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ അനുവാദം ലഭിച്ചിരിക്കുന്നത്. ഇത് വളരെ വലിയ ഒരു തിരിച്ചടിയാണ്, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുവരെ ഓരോ തൊടുന്യായങ്ങൾ പറഞ്ഞ് CMRLനും അതുപോലെ മുഖ്യമന്ത്രി വിജയന്റെ മകളായ ശ്രീമതി വീണ വിജയൻ നടത്തുന്ന എക്സാലോജിക് കമ്പനിയെ കുറിച്ചുമൊക്കെയുള്ള ചില ന്യായങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് മുഖം രക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഈ അന്വേഷണം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL കൊടുത്ത ഒരു കേസ് ജൂലൈ മാസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ കോടതി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. SFIO ഇതിനോടകം തന്നെ കുറ്റപത്രം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും എങ്ങനെയാണ് ഇത് മരവിപ്പിക്കുക എന്ന യുക്തിസഹജമായ ചോദ്യം ചോദിച്ചപ്പോൾ CMRLനോ അവരുടെ മറ്റ് കമ്പനികൾക്കോ വ്യക്തമായ ഉത്തരം കൊടുക്കാനായി കഴിഞ്ഞില്ല. മാത്രവുമല്ല, SFIO നടത്തുന്ന അന്വേഷണം യാതൊരു കാരണവശാലും സ്റ്റേ ചെയ്യപ്പെട്ടിട്ടുമില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SFIO കൊടുത്ത പരാതിയിന്മേൽ ബഹുമാനപ്പെട്ട എറണാകുളം സെഷൻസ് കോടതി തുടർ നടപടികൾക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. ഇനിയുമുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. CMRLനെ സംബന്ധിച്ചും ഇപ്പോൾ അസ്തമിച്ചു പോയ എക്സാലോജിക് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചും അതിൻ്റെ ഉടമയായ ശ്രീമതി T വീണ, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനുമൊക്കെ വളരെ നിർണായകമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. ഇതുവരെയൊക്കെ ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഇതൊക്കെ കെട്ടിച്ചമച്ചതായിട്ടുള്ള കേസുകളാണ്, ന്യായമായ രീതിയിൽ മാത്രമേ സേവനത്തിന് പ്രതിഫലം പറ്റിയിട്ടുള്ളൂ. അതിനേക്കാളൊക്കെ വലിയ വിചിത്രമായ വാദവുമായിട്ടാണ് കാരണവസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഉയർത്തിക്കൊണ്ട് 2 ദിവസം മുമ്പ് അധികാരമേറ്റ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ MA ബേബി രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ പോകുന്നത്, അതുകൊണ്ട് പാർട്ടി രാഷ്ട്രീയമായും നിയമപരമായും ഈ കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന്. അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് ഇരിക്കെ വയ്യായതുകൊണ്ട് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി കസേരയിൽ ഇരുന്ന് ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഒരു ബഹുമാന പട്ടം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചാർത്തിയിരിക്കുകയാണ്. അദ്ദേഹം കാരണവർ സ്ഥാനത്താണത്രേ. നോക്കണം, ഒരു പാർട്ടിക്കുണ്ടായിരിക്കുന്ന ഗതികേട്. ഒരു കാലത്തൊക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് CPMന്റെ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും ആ ദേശീയ സെക്രട്ടറിക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് താഴെയാണ് മുഖ്യമന്ത്രിമാർ.
കാരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയും പാരമ്പര്യവും ചരിത്രവും അറിയാവുന്നവർക്കറിയാം, അതിലേറ്റവും പരമോന്നതമായ സ്ഥാനമാണ് പാർട്ടി ജനറൽ സെക്രട്ടറിക്കുള്ളത്. മറ്റ് പാർട്ടികളെ പോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഒന്നുമില്ല. ദേശീയ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാധികാരിയാണ്. നോക്കണം, ഒരു ദേശീയ സെക്രട്ടറിക്കുണ്ടായ ഒരു പതനം. അദ്ദേഹം പറയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കാർന്നവർ. നോക്കണം, ഈ തരത്തിലുള്ള ഒരു ബിംബവൽക്കരണത്തിലൂടെ, ഏകശിലാ സങ്കല്പത്തിലൂടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏതാണ്ട് ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇതും വന്നിരിക്കുന്നു. ഈ ദേശീയ സെക്രട്ടറി പറഞ്ഞു വീണ വിജയനെതിരായിട്ടുള്ള കേസ് രാഷ്ട്രീയമായിട്ടും ഞങ്ങൾ നിയമപരമായി നേരിടുമെന്ന്. അദ്ദേഹത്തോടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി കേസിൽ, മയക്കുമരുന്ന് കേസിൽ പെട്ടപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ഈ ഒരു വൈതരണി ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ പാർട്ടിയും ഒന്നും ചെന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇത് വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെയും ആരോപണത്തിൽ പെടുത്തുന്നു എന്ന കാരണത്താലാണ് പാർട്ടി അത് ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ ആകെ ഉള്ളതായ ഒരു മുഖ്യമന്ത്രിയാണ് എല്ലാറ്റിനേക്കാളും പാർട്ടിയേക്കാളും വലുത് എന്ന് പറയുന്ന ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് തകർന്നു വീണിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ രാഷ്ട്രീയമായ വശം. ഏതായാലും ഇപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്ന ബഹുമാനപ്പെട്ട എറണാകുളം സെഷൻസ് കോടതിയുടെ വിധി വളരെ ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒട്ടും താമസിയാതെ തന്നെ ഇതിനകത്തെ 11 പ്രതികൾക്കും ശ്രീമതി വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് താമസിയാതെ സമൻസ് അയക്കാൻ പോവുകയാണ്. അവരിനി ദീർഘമായിട്ടുള്ള വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരും. ദീർഘമായി മൊഴി കൊടുക്കേണ്ടതായിട്ട് വരും. ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കേണ്ടതായി വരും. യാതൊരു സേവനവും ലഭിക്കാതെ 1.72 കോടി രൂപ പ്രതിഫലമായി പറ്റിയതിൻ്റെ കണക്കുകൾ കാണിക്കേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം തന്നെ ശശിധരൻ കർത്ത നടത്തിയതായ സാമ്പത്തിക ക്രമക്കേടുകൾ, PMLA നടപടി നിയമം അനുസരിച്ച് മണി ലോണ്ടറിങ് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായിട്ട് വരും. കടുത്ത ഒരു അഗ്നിപരീക്ഷയിലൂടെയാണ് ഇനിയും CMRലും അതോടൊപ്പം തന്നെ ശ്രീമതി വീണ വിജയനും തുടർന്നുള്ള ദിവസങ്ങളിൽ പോകാൻ പോകുന്നത്. ഇതിനകത്ത് പരോക്ഷമായി കേരള സർക്കാരും പെട്ടിരിക്കുകയാണ്. കാരണം കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള KSIDC എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇതിനകത്തെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതിൻ്റെ ഒരു പ്രതിനിധി ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലെ അംഗമാണ്. അപ്പോൾ സർക്കാരിൻ്റെ പങ്കാളിത്തവും അല്ലെങ്കിൽ അനുഗ്രഹവും ഈ പറയുന്ന CMRL എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ കമ്പനിക്കുണ്ട്. അപ്പോൾ സർക്കാരും ഈ കാര്യത്തിൽ പ്രതിപട്ടികയിൽ നിൽക്കുന്നു. അവരും ഇതിന് വ്യക്തമായ കണക്കുകൾ നൽകേണ്ടതായിട്ട് വരും. അവർ ഏത് അടിസ്ഥാനത്തിലാണ് ഇതിൽ പങ്കാളികളായത്, ഇതിൻ്റെ ഷെയർ വാങ്ങിയത് എന്നതിനൊക്കെ ഉത്തരം പറയേണ്ടതായിട്ട് വരും. അത് യഥാവിധമായിട്ടുള്ള ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനം അനുസരിച്ചാണോ ഇതിൽ പങ്കാളികളായത്, അതിൻ്റെ പ്രതിഫലം എന്തെല്ലാം പറ്റി, സർക്കാരിന് എന്ത് പ്രയോജനമാണ്, ഇതിൻ്റെ ആദായത്തിൻ്റെ ഒരംശം എത്ര കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയായി ഉയർന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് സർക്കാർ പ്രതിക്കൂട്ടിലാണ്. പരോക്ഷമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൂടെ സ്പർശിക്കുന്ന രീതിയിൽ ഈ കേസ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിനും ഇതിന് ചില വിശദീകരണങ്ങൾ പരോക്ഷമായെങ്കിലും നൽകേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ മകൾ എന്തായാലും പ്രതിപട്ടികയിലുള്ള ആളായതുകൊണ്ട് കോടതി എല്ലാ നടപടികൾക്കും വിധേയമായി തന്നെ മുന്നോട്ട് പോകേണ്ടതായി വരും. ഇനിയും ഏതെങ്കിലും തൊടു ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് മറച്ചു വയ്ക്കാനായി സാധ്യമല്ല. ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടേതായിട്ടുള്ള പ്രതികരണം, അതുപോലെ കേരളത്തിലെ നേതാക്കന്മാരായ പ്രതികരണം. കാരണവരുടെ മകൾ ഒരു കേസിൽ പെടുമ്പോൾ കാരണവർക്കുണ്ടാകുന്ന ആഘാതം പ്രതിരോധിക്കാനായിട്ട് ഇനിയും ഈ ന്യായീകരണ തൊഴിലാളികൾ കൂട്ടത്തോടെ രംഗത്ത് വരാൻ പോവുകയാണ് എന്ന ഒരു തമാശയും വൈകാതെ നാം കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്നത്തെ ബഹുമാനപ്പെട്ട എറണാകുളം സെഷൻസ് കോടതിയുടെ വിധി ഈ മാസപ്പടി കേസിൽ ഒരു വലിയ വഴിത്തിരിവാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്.